നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം ഏറ്റവും കൂടുതൽ വേദനാജനകമായ ഒരു വാർത്ത പുറത്തു വന്ന നടൻ സിദ്ദിഖിന്റെ, മലയാളത്തിലെ എല്ലാവർക്കും പ്രിയപ്പെട്ട നടൻ സിദ്ദിഖിന്റെ മൂത്ത മകൻ 37 വയസ്സുള്ള സാപ്പി എന്ന സ്പെഷ്യൽ ചൈൽഡായിട്ടുള്ള ആ മകൻ മരിച്ച വാർത്ത പുറത്തു വന്നിരുന്നു. ആ മരണാനന്തര ചടങ്ങുകളും അവിടേക്ക് എത്തുന്ന എല്ലാ സിനിമാ താരങ്ങളെയും ഒക്കെ തന്നെ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളോടുകൂടി ദൃശ്യങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ചത് സിദ്ദിഖിന്റെ ആ വിഷമവും ഒക്കെയാണ്. അദ്ദേഹം പള്ളിയിൽ ചടങ്ങുകൾക്ക് ശേഷം പുറത്തേക്ക് ഇറങ്ങി കാറിലേക്ക് കയറുമ്പോൾ കരഞ്ഞുകൊണ്ട് വിങ്ങിപ്പൊട്ടുന്ന സിദ്ദിഖിനെയാണ് നമുക്ക് കാണാൻ സാധിച്ചത്. അദ്ദേഹം നടക്കാൻ കഴിയാതെ മനസ്സിന്റെ വേദന മുഴുവനും ശരീരഭാഷയിലൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന തരത്തിലായിരുന്നു സിദ്ദിഖിന്റെ ഓരോ രീതിയും എന്ന് പറയുന്നത്. അവിടേക്ക് ഓടിയെത്തിയ എല്ലാവരും ഈ വിഷമത്തോടു കൂടി തന്നെയാണ് എത്തിയിരിക്കുന്നത്. വളരെ വേദനാജനകമായി തന്നെയാണ് എത്തിയിരിക്കുന്നത്. കാരണം എല്ലാവർക്കും അടുത്തറിയാവും എന്ന പോലെ തന്നെയായിരുന്നു എല്ലാവരുടെയും രീതി. അങ്ങനെ തന്നെയാണ് എല്ലാവർക്കും അടുത്ത് അറിയാവുന്നൊരു വ്യക്തി കൂടിയായിരുന്നു സാപ്പി എന്ന ഈ 37 വയസ്സുകാരൻ. കഴിഞ്ഞ ദിവസം വളരെ ഹൃദയസ്പർശിയായിട്ടുള്ള ഒരു പോസ്റ്റ് അത് മമ്മൂട്ടി ഇട്ടിരുന്നു. മമ്മൂട്ടി 2 വരിയിലായിരുന്നെങ്കിലും അത്രയും ഹൃദയഭേദകമായിട്ടുള്ള ഒരു പോസ്റ്റായിരുന്നു അത്. നടൻ സിദ്ദിഖിന്റെ മകൻ റാഷിദിന്റെ വിയോഗത്തിൽ മനം തൊടുന്ന ഒറ്റ വരിക്കുറിപ്പുമായാണ് നടൻ മമ്മൂട്ടി എത്തിയിരിക്കുന്നത്. സാപ്പി മോനെ ഇപ്പോഴും കണ്ണിലിരിക്കുന്നടാ എന്നായിരുന്നു. സോഷ്യൽ മീഡിയയിലൂടെയാണ് താരം ഈ പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. ഈ റാഷിനും സിദ്ദിഖും ഒപ്പം നിൽക്കുന്ന ഫോട്ടോയും മമ്മൂട്ടി ഷെയർ ചെയ്തിട്ടുണ്ട്. വ്യാഴാഴ്ച രാവിലെ കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ വെച്ചായിരുന്നു റാഷിദിന്റെ അന്ത്യം. 37 വയസ്സായിരുന്നു. സിദ്ദിഖിന്റെ 3 മക്കളിൽ മൂത്തയാളാണ് റാഷിദ്. മാനസിക വെല്ലുവിളി നേരിട്ടിരുന്ന സാപ്പിയെ സ്പെഷ്യൽ ചൈൽഡ് എന്നാണ് സിദ്ദിഖ് വിശേഷിപ്പിച്ചിരുന്നത്. കഴിഞ്ഞ നവംബർ 26 നടന്ന സാപ്പിയുടെ പിറന്നാൾ ആഘോഷത്തിൽ നിന്നുള്ള ചിത്രങ്ങളും വീഡിയോകളും എല്ലാം സിദ്ദിഖ് സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചിരുന്നു. ഇത് ഏറെ ശ്രദ്ധ നേടുകയും ചെയ്തിരുന്നു. സാപ്പിക്ക് ഓരോ ദിവസം ചെല്ലുംതോറും പ്രായം കുറഞ്ഞു വരുന്നു എന്നാണ് അർജുൻ ഷഹീൻ പിറന്നാൾ ആശംസകൾ നേർന്നുകൊണ്ട് ഇട്ടത്. റാഷിദിന്റെ ഖബറടക്കം പടമുകൾ ജുമാ മസ്ജിദിലാണ് കഴിഞ്ഞ ദിവസം നടന്നത്. ഒട്ടനവധി താരങ്ങളാണ് സിദ്ദിഖിന്റെ പൊന്നോമന മകനെ അവസാനമായി ഒന്ന് കാണാനായി എത്തിച്ചേർന്നത്. ഈ ഫർഹീൻ, ഷഹീൻ, സിദ്ദിഖ എന്നിവർ റാഷിദിന്റെ സഹോദരങ്ങളാണ്. എന്തായാലും ഫഹദ് ഫാസിൽ, രമ്യ നവീശൻ, അങ്ങനെ നിരവധി താരങ്ങളാണ് അവിടേക്ക് എത്തിയത്. ടിനീറ്റോം, മമ്മൂട്ടി, ദിലീപ്, അങ്ങനെ നിരവധി ആളുകൾ, കാവ്യമാധവൻ അടക്കം നിരവധി ആളുകൾ സ്വന്തം വീട്ടിലെ ഒരു മരണ ചടങ്ങ് പോലെ തന്നെയാണ് സിദ്ദിഖിന്റെ വീട്ടിലേക്ക് ഓടിയെത്തിയത്. എന്തായാലും വളരെ വിഷമ സമയം തന്നെയാണ് അദ്ദേഹം നമുക്ക് കാണാൻ സാധിച്ചത്.